അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന ഇതര സമുദായ അംഗങ്ങൾക്ക് മുസ്ലിം ലീഗ് പ്രസ്ഥാനത്തിൻ്റെ സ്നേഹ അഭിവാദ്യങ്ങൾ. ഈ സായം സന്ധ്യയിൽ വളരെ മനോഹരമായ ഈ പ്രദേശത്ത് കാസർഗോഡ് മുനിസിപ്പാലിറ്റിയിലെ ഏറ്റവും ശക്തമായ മുസ്ലിം ലീഗിൻ്റെ തുരുത്തുകളിൽ ഒന്നായ തുരുത്തിയിലെ വാർഡ് മുസ്ലിം ലീഗ് കമ്മിറ്റി കാസർഗോഡ് മുനിസിപ്പാലിറ്റിയിലെ മുഴുവൻ UDF ജനപ്രതിനിധികൾക്കും ഒരു സ്വീകരണം നൽകുകയാണ്. വളരെ അഭിമാനത്തോടു കൂടിയാണ് നമ്മളെല്ലാവരും ഇവിടെ ഈ പരിപാടിയെ വീക്ഷിക്കുന്നത്. വേണമെങ്കിൽ നമുക്ക് ഒരിക്കൽ കൂടി ഉയർന്ന ശബ്ദത്തിൽ പറയാം, കേരളത്തിലെ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ട 6 കൗൺസിലർമാർ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു മുനിസിപ്പാലിറ്റിയിൽ ഈ തെരഞ്ഞെടുപ്പിൽ കാസർഗോഡ് ജില്ലയുടെ അഭിമാനമായി മാറിയ കാസർഗോഡ് മുനിസിപ്പാലിറ്റിയിൽ 23 സീറ്റിൽ മത്സരിച്ച് 22 സീറ്റും 2 സീറ്റിൽ കോൺഗ്രസും അങ്ങനെ 24 സീറ്റോടുകൂടി കാസർഗോഡ് ജില്ലയിലെ അഭിമാനമായി മാറിയ കാസർഗോഡ് മുനിസിപ്പാലിറ്റിയിലെ മുഴുവൻ നേതാക്കന്മാരെയും ഈ സന്ദർഭത്തിൽ അഭിനന്ദിക്കാൻ ആഗ്രഹിക്കുകയാണ്. നമ്മെ സംബന്ധിച്ചിടത്തോളം, മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം വളരെ അഭിമാനത്തോടു കൂടിയാണ് ഈ തെരഞ്ഞെടുപ്പിൽ കാസർഗോഡ് മുനിസിപ്പാലിറ്റിയിൽ ഷാഹിന സലീം ചെയർപേഴ്സണും അനീഫ് സാഹിബ് വൈസ് ചെയർപേഴ്സണും നമ്മുടെ പ്രിയപ്പെട്ട നേതാക്കന്മാർ അമീദ് ബദിർ അടക്കമുള്ള നേതാക്കന്മാർ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായി ഒരു വലിയ നിരയാണ് നമ്മുടെ മുനിസിപ്പാലിറ്റിയിൽ ഈ പ്രാവശ്യം ഭരണസാരഥ്യത്തിലുള്ളത്. സ്വാഭാവികമായും ഞങ്ങളെപ്പോലെയുള്ള മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തകന്മാർ നമ്മുടെ ജില്ലയുടെ, നമ്മുടെ മണ്ഡലത്തിൻ്റെ ആസ്ഥാനം എന്ന നിലയിൽ, ഈ മണ്ഡലത്തിൻ്റെ ആസ്ഥാനം എന്ന നിലയിൽ മുനിസിപ്പാലിറ്റിയിൽ നല്ല കഴിവുറ്റ ഭരണാധികാരികളാണ് നമുക്ക് ഭരണത്തിൽ കൊണ്ടുവരാൻ സാധിച്ചിട്ടുള്ളത്. നമ്മെ സംബന്ധിച്ചിടത്തോളം ഈ ജനപ്രതിനിധികളോട് ഒരു പാർട്ടിയുടെ പ്രവർത്തകൻ എന്ന നിലയിൽ പറയാനുള്ളത്, വളരെ വിനീതമായി പറയാനുള്ളത്, ഏറ്റവും നല്ല ജനപ്രതിനിധി ആരെന്ന് ചോദിച്ചാൽ, ഞാൻ പല പ്രസംഗത്തിലും പറഞ്ഞതുപോലെ, ഒരു സദസ്സിൽ ഏറ്റവും നല്ല ജനപ്രതിനിധി ആരെന്ന് ചോദിച്ചാൽ നമ്മൾ കൊടുക്കുന്ന മറുപടി 2025 തെരഞ്ഞെടുക്കപ്പെട്ട ഈ ജനപ്രതിനിധികളോട് ആരെങ്കിലും ചോദിച്ചാൽ 2030 തെരഞ്ഞെടുപ്പിൽ ആ സീറ്റ് പാർട്ടിക്ക് തിരിച്ചു കൊടുക്കുന്നവളാണ്. ആ പാർട്ടിക്ക്, നമ്മുടെ പാർട്ടിക്ക് സീറ്റ് തിരിച്ചു കൊടുക്കുന്നവനാണ് ഏറ്റവും നല്ല ജനപ്രതിനിധി എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. മുസ്ലിം ലീഗുകാരനെ സംബന്ധിച്ചിടത്തോളം എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ഒരിക്കൽ കൂടി ഇവിടെ വിജയിച്ച നിങ്ങളെല്ലാവരെയും ഒരിക്കൽ കൂടി അഭിനന്ദിച്ചുകൊണ്ട് ഈ ഈ മുനിസിപ്പാലിറ്റിയിലെ ജില്ലാ ജനറൽ സെക്രട്ടറിയെയും നമ്മുടെ MLA യും നേതാക്കന്മാരെയും മുനിസിപ്പൽ മുസ്ലിം ലീഗിൻ്റെ പ്രസിഡന്റിനെയും ജനറൽ സെക്രട്ടറിയെയും മുഴുവൻ